मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഖന്ന സാറേ പുലർച്ചയ്ക്ക് വീശുന്നു കാറ്റുമല്ലേ, ഹണി എത്തിയിരിക്കുന്നു രാവിലെ. അടികൈ മേഡം അങ്ങയുടെ അടുത്തുനിന്ന് കോൺഫ്ലെക്സ് വാങ്ങിച്ചോട്ട് വരാൻ പറഞ്ഞു. അത് വാങ്ങണമെങ്കിൽ നീ ഷോപ്പിലേക്കല്ലേ പോവേണ്ടത്? ആ അതെന്താന്ന് വെച്ചാലേ സാറിനോട് ഒരു കാര്യം പറയാൻ വന്നതാ ഞാൻ. അങ്ങയുടെ അടുത്ത് കോൺഫ്ലെക്സ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. ഉത്സവ സമയത്ത് നടക്കും നല്ല തെയ്യം എന്റെ അടുത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കൺഫേം ചെയ്യും. അടികൈ ഒന്നുകൂടെ റീകൺഫേം ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് പ്രശ്നം ഉണ്ടാവില്ല. കുറഞ്ഞത് 8-10 കോൺഫ്ലെക്സ് ബോക്സ് എങ്കിലും അങ്ങയുടെ അടുത്ത് ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവരുടെ വീട്ടിൽ കോൺഫ്ലെക്സ് തീർന്നു പോയിട്ടുണ്ടാകും. കടയിൽ പോയി വാങ്ങാൻ സമയമെടുക്കും. അതുകൊണ്ടാവും ഇങ്ങോട്ട് വന്നത്. ഷീസ് റൈറ്റ്. വീട്ടിൽ കോൺഫ്ലെക്സ് തീർന്നു പോയിരിക്കുകയാണ്. വണ്ടി പൊക്കാൻ വെക്കും അടിയിൽ ജാക്കി. ഹണി നീ എന്നെ ഒരുപാട് കൺഫ്യൂസ് ആക്കി. അടികൈ ഞാൻ പോയി എടുത്തോണ്ട് വരാം. താങ്ക് യു കിറ്റി. ഇന്ന് കോൺഫ്ലെക്സിനോടൊപ്പം ഓട്സും കൂടി കഴിക്കാൻ പോവുകയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട, എടാ ഇത് ഓട്സ് അല്ല, മസിൽ കൂട്ടാനുള്ള മരുന്നാ. ഇത്രയധികം നീ വാരി കഴിച്ചാലേ പൊട്ടിപ്പോവും. എന്നാൽ ആ മരുന്ന് മുഴുവൻ ഇപ്പൊ ജനൽ വഴി പുറത്തേക്ക് പോയില്ലേ? ഇന്ന് പിടിച്ച കോൺഫ്ലെക്സ്. എന്റെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ അമ്മച്ചി, ഞങ്ങൾ വളർന്ന് വലുതായിരിക്കുക. ആരാണ് ചെയ്തത്? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അല്ല, ഇതാരാണ്? ഇതെന്റെ കുട്ടികളോ, വളർന്നു വലുതായി. ഒരു രാത്രി കൊണ്ട് ഇത്രയൊന്നും വളരാൻ കഴിയുകയില്ല. അതിന് നിനക്കെന്താണോ പ്രശ്നം? എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. സംശയമുണ്ടോ? പക്ഷെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രക്ക് വളർന്നത്? ഞങ്ങള് കന്നാസാറിന്റെ ഗാർഡനിൽ കിടന്ന ഓട്സ് കഴിച്ചു. അങ്ങനെ എത്രയും വളർന്നതാ. എടാ അത് ഓട്സ് ഒന്നും അല്ല, മെഡിസിൻ ആയിരുന്നു. ഞാനാ പുറത്തേക്ക് എറിഞ്ഞത്. എറിയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ആലോചിച്ചോ? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. എന്താടാ കാണിച്ചു വെച്ചത്? എന്റെ അമ്മച്ചി, എന്റെ കുട്ടികൾ അവരുടെ അച്ഛനേക്കാൾ വളർന്നു. എന്റെ കുട്ടികളുടെ കുട്ടിത്തം നശിപ്പിച്ചു അല്ലേ നീ? ഓടിക്കോ. കുട്ടികളുടെ കുട്ടിത്തം നശിപ്പിച്ചു അല്ലേ?
എന്നെ എന്തിനാ തള്ളുന്നത്? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. പഞ്ച് ചെയ്യൂ. എന്റെ കുട്ടികളെ പഴയതുപോലെ ആക്ക, അല്ലെങ്കിൽ എല്ലാത്തിനും ഇടിച്ച് പഞ്ഞിക്കിടം പറഞ്ഞേക്കാം. ഓടിക്കോ ഓടിക്കോ കച്ചളിയാ. കുട്ടികളെ തിരിച്ചു വരൂ. കണ്ടോ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. എന്റെ കുട്ടികൾ എന്നെ വിട്ടു പോയി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അവർക്കൊന്നും സംഭവിക്കില്ല. അവരെവിടെ പോകുന്നുവോ അവിടെ പലതും സംഭവിക്കും. സംശയമുണ്ടോ? അവരെവിടെ പോയെന്ന് കണ്ടോ? എവിടെ പോയെന്ന് അറിയില്ല. അതെ, നീ അങ്ങോട്ട് നോക്ക്. എന്താ ഏട്ടാ, ഇന്നലെ മിഠായി തരാൻ വല്ലാത്ത വിഷമായിരുന്നല്ലോ. അതിനേതാ പ്രശ്നം? പൈസ തന്നോളൂ, സാധനം വാങ്ങിച്ചോളൂ. എന്നാ ആദ്യം ഇത് വാങ്ങിച്ചോ. അയ്യോ, വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ, പറഞ്ഞ കേക്കൂ, എന്നെ വിടൂ, എന്നെ വിടൂ. ഈ ചെയ്യുന്നതൊട്ടും ശരിയല്ല. എന്നാ ഇത് ശരിയാണോ? ഞങ്ങൾക്ക് ഈ ബൈക്ക് ഓടിക്കണം. ഇല്ല, ഞങ്ങൾ ചോദിച്ചതല്ല, പറഞ്ഞതാണ്. സണ്ണിടത്താണ് നിങ്ങളെ കളി. വലുതായെന്ന് വെച്ച് കോഴി സിംഹമാവുകയില്ല. ഞങ്ങളോട് എതിർത്ത് സംസാരിക്കുന്നവരെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. എന്നെ ഒന്ന് പിന്നെ തൊട്ട് കാണിക്ക്. എന്നാ പിടിച്ചോ. എടാ സൂക്ഷിച്ച്. ഇന്നാ പിടിച്ച നിന്റെ ബൈക്ക്. ജീപ്പ് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോവാത്തത്? മനസ്സിലാവുന്നില്ല സാർ. ഒരു പക്ഷെ അടിയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാകാം. ഞാൻ പോയി നോക്കാം. ഈഷ്, നീ എന്തായി കാണിക്കുന്നത്? ജീപ്പിന്ന് കൈയെടുക്ക. ഓക്കേ. പോലീസിനോട് തമാശയോ? അറസ്റ്റ് ചെയ്ത് അകത്താക്കും. കഴിയെങ്കിൽ ആദ്യം ഞങ്ങളെ പിടിക്ക. ഇന്ന് നിങ്ങളെ പിടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. സഹോദരന്മാരെ, ക്യാരറ്റ് ഇതിനകത്താണ് ഉണ്ടാകുന്നത്. എന്ത്? പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഞാൻ പിഴുത് കാണിക്കാം. ഇല്ല, വേണ്ട, നിർത്തൂ. എല്ലാ ക്യാരറ്റും ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഇനി അങ്ങത് കുഴിച്ചിട്ടോളൂ. ഓഹോ, ഞാൻ തൂത്തുവാരിയേക്കാം. തീർന്നു. ഇതെന്താ?
അമ്മയെ കാണാതെ കുട്ടി എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? അടികൈ. ബോക്സർ കോഴിയുടെ മക്കള് ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മസിൽ വർദ്ധിപ്പിക്കുന്ന ഗുളിക കഴിച്ചിട്ട് അവറ്റകള് വല്ലാതെ വളർന്നിരിക്കുകയാണ്. കാട്ടിലെ ഏറ്റവും വിഷമുള്ള ജന്തുവാണ് നാഗം. 12 മണിക്കൂറിൽ ആ മരുന്നിന്റെ വീര്യം പോകും. അടികൈ. വാച്ച് വീട്ടിൽ വെച്ചു. എന്റെ കുട്ടികൾ പഴയതുപോലെയായി. ഇതോടെ പ്രശ്നവും തീർന്നു. ഇനി എല്ലാവർക്കും സമാധാനമുണ്ടാകും. സംശയമുണ്ടോ? ഇനി എന്തായാലും എന്റെ ബൈക്കിന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് വെറും മരുന്നിന്റെ പ്രശ്നമാണ്. ആലോചിച്ച് നോക്ക്, ഇവരെങ്ങാനും വളർന്നു കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുക? ഒപ്പം എന്റെ ഹസ്ബൻഡ് വരെ നേർവഴിക്ക് കൊണ്ടുവരും. കാരണം എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ബോക്സർ.